അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഫിഷ് ദം ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. അതും സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം മസാലയോ കാര്യങ്ങളോ ഒന്നും വേണ്ടിയിട്ടാ. ഇതൊരു തലശ്ശേരി സ്റ്റൈൽ ദം ബിരിയാണി കൂടിയിട്ടാ. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിതാ 1 കിലോ അയക്കൂറ മീനായിട്ട് എടുത്തത്. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ഈ ഒരു ബിരിയാണി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 1 കിലോ ഫിഷിന് വേണ്ടിയിട്ടുള്ള മസാല ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ ഉപ്പുണ്ടാവും. പിന്നെ ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ചേർക്കുന്നത് ഒരു ചെറുനാരങ്ങേൻ്റെ നീരാട്ടോ. ഒരു ചെറുനാരങ്ങേൻ്റെ നീര് കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണ് ഞാനിത്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത്. അപ്പോൾ ഇതാ ഞാൻ മസാല നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഓരോ ഫിഷായിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് നല്ലപോലെ മസാല തേച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഓരോ ഫിഷായിട്ട് എടുക്കുക, ഒന്നായിട്ട് ചേർത്തിട്ട് പിന്നെ മസാല പരട്ടുണ്ട് കേട്ടോ. കാരണം മീൻ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഓരോ ഫിഷായിട്ട് ഇതാ ഇതുപോലെ മസാല ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും നല്ലപോലെ മസാല എത്തണം കേട്ടോ. എന്നിട്ട് നമ്മളിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നല്ലപോലെ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് പിന്നെ നമ്മൾ ഈ മീൻ വാങ്ങുന്ന സമയത്ത് ഉണ്ടാവില്ല, നമ്മുടെ വാലിൻ്റെ ഭാഗം അതുപോലെ തന്നെ തലേൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് പീസുകൾ ഞാൻ മാറ്റി വെച്ചിട്ടും എന്നിട്ട് അതും കൂടി ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മസാല പുരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള മസാലയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഫിഷ് വാങ്ങുന്ന സമയത്ത് ഇതുപോലത്തെ ഒന്നും കിട്ടിയെന്നില്ലെങ്കിലുണ്ടല്ലോ, കൂട്ടത്തിൽ നിങ്ങളെ കയ്യിലുള്ള പീസിൽ നിന്ന് കുറച്ച് പൊട്ടിപ്പോലും ചെയ്ത പീസ് ഉണ്ടാവുമല്ലോ, ആ പീസും ഇതുപോലെ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിട്ടാണ് കാണിക്കുന്നത്. ഇത് വലിയ 2 സവാള ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ. അതുപോലെ തന്നെ 2 വലിയ ഉള്ളി മസാലയ്ക്ക് വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത ഉള്ളിന്നും കുറച്ചിലേക്ക് എടുക്കും കേട്ടോ. അതാണ് 2 എടുത്തത്. പിന്നെ ഇതാ കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി കേട്ടോ. ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 5-8 പച്ചമുളക് കേട്ടോ. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക്, എരിവ് കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഒരു 3 മീഡിയം സൈസ് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി കട്ടാക്കി വെക്കാം. ഇനി ഞാനിതാ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 കപ്പ് ഓയിലൊക്കെ ഉണ്ടാവും ഇത്. എന്നിട്ട് ഇതാ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച ഉള്ളി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 2 വലിയ സവാള കേട്ടോ. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നേരെ പകുതി നമുക്ക് മസാലയിലേക്ക് ചേർക്കണം കേട്ടോ. അതുകൊണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 2 സവാള മാത്രം ചേർത്തത്. ഒരു സവാള ഇതിൽ നിന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് മസാലയിൽ തന്നെ ചേർക്കേണ്ടതാണ്. ബാക്കി പകുതി സവാള കൊണ്ടിട്ട് നമ്മൾ ലാസ്റ്റ് ദമ്മിടുന്നത്. അപ്പോൾ ഇതാ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ സവാള മുഴുവനായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് അതേ ഓയിലിൽ തന്നെ കുറച്ച് കാഷ്യൂം കിസ്മിസ് ഇട്ടിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. കുറച്ച് മതി കേട്ടോ, അധികം കൂടുതലായിട്ട് വേണ്ട, കുറച്ച് മതി. അതും കൂടി ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഇതേ ഓയിലിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇതാ ഫിഷ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓയിൽ ഒന്നായിട്ട് ഒഴിക്കുന്നില്ല, കുറച്ച് ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. കാരണം ഓയിൽ വേസ്റ്റ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ ആദ്യത്തെ ബാച്ച് ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ 2 സൈഡും മറിച്ചിട്ടിട്ട് കുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം ഞാൻ അടുത്ത ഭാഗം മറിച്ചിടുന്നുള്ളൂ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഫിഷ് വേഗം പൊട്ടിപ്പോവും. അപ്പോൾ ഇതാ ഞാൻ ഫിഷ് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കേട്ടോ. നമ്മൾ ഫിഷ് പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിക്കാം. ഇതുപോലെ തന്നെ ഞാൻ 2ാമത്തെ ബാച്ചും ആയിട്ട് മുഴുവനായിട്ടും എൻ്റെ ഫിഷ് മൊത്തം ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുഴുവനായിട്ട് ഞാൻ ഇത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാ ആദ്യത്തെ ബാച്ച് എടുത്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ മാറ്റിയിട്ട് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മളെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് പിന്നെ ഫിഷിൻ്റെ വാലും തലയൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇത് അധികം നല്ല പോലെ ഫ്രൈ ആണെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ബാക്കി മസാലയിൽ നിന്ന് എന്തായാലും ആയിക്കോളും. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പൊരിച്ച ഓയിലുണ്ടല്ലോ, ആ ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അങ്ങനെ ചേർത്താൽ. പിന്നെ ഇതാ നമ്മൾ 2 സവാള എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. വേണമെങ്കിൽ കുറച്ച് നേരം അടച്ച് വെക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ. അത് ഇതിൽ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ചാൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ നേരത്തെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഞാൻ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിനും അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കട്ടെ. പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ ആ ഒരു കുത്ത് മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക.
ഇനി നമുക്ക് അതിലേക്കുണ്ടല്ലോ നമ്മൾ എടുത്തു വെച്ച തക്കാളി ഉണ്ടല്ലോ, ഒരു മീഡിയം സൈസുള്ള 3 തക്കാളി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കൈപ്പിടിയിൽ അടങ്ങുന്ന മല്ലി പുതിന കേട്ടോ. മല്ലി കുറച്ച് കൂടുതലും പുതിന കുറച്ച് മതി കേട്ടോ. പുതിന ഇല്ലെങ്കിലും സാരയില്ല, അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു കൈപ്പിടിയിൽ മുഴുവനായിട്ട് ഉണ്ടാവും കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക, മൂടി വെക്കുക. തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിരുന്നെ നല്ലപോലെ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതിലേക്കുണ്ടല്ലോ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെ തലയും വാലൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഉണ്ടല്ലോ ഇതിന് വലിയ വലിയ മുള്ളുകളൊക്കെ ഉണ്ടാകും. ഈ വാലിൻ്റെ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വലിയ മുള്ളൊക്കെ ഉണ്ടാകും കേട്ടോ. നമ്മൾ നല്ലോണം ഉടച്ചെടുക്കുമ്പം ഈ ഒരു വാലിൻ്റെ ഭാഗത്തുള്ള മുള്ളൊക്കെ ഇളകി വരും. അതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുക കേട്ടോ. തലേൻ്റെ ഭാഗമൊന്നും മാറ്റണമെന്നില്ല, വെറും വാലിൻ്റെ ഭാഗം വലിയൊരു മുള്ളാണ് ഉണ്ടാവുക. ആ മുള്ള് മാത്രം എടുത്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തവി വെച്ചിട്ട് ഇതുപോലെ കുത്തിയിട്ട് നല്ലപോലെ മസാല ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ഗരം മസാല ആയിട്ടാണ് ചേർക്കുന്നത്. സാധാ നമ്മൾ ബിരിയാണി മസാല ഗരം മസാല എന്നൊക്കെ പറയൂലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഷ് മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഫിഷ് മസാല വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അങ്ങനത്തെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതിൽ നിന്ന് നേരെ പകുതി എടുത്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ 2 സവാളയെ ഫ്രൈ ചെയ്തത് അതിൽ നിന്ന് നേരെ പകുതിയാകുമ്പോൾ ഒരു സവാള ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലപോലെ മസാലയൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് മുഴുവനായിട്ട് 1 കിലോ പിന്നെ ഫിഷിനുള്ള മുഴുവനായിട്ടുള്ള മസാല ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം കുരു ഇല്ലാത്ത ചെറുനാരങ്ങ കേട്ടോ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നത്. കുരു ഉള്ളതാണെങ്കിൽ കുരു എടുത്ത് മാറ്റിയിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ മസാല ഇവിടെ റെഡി ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദം ചെയ്യുന്ന സമയത്ത് മാത്രം വെച്ചാലും പ്രശ്നമില്ല. പക്ഷെ കുറച്ച് നേരം ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ നല്ലപോലെ ദമ്മായി കിട്ടും. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ജീരകശാല റൈസായിട്ട് എടുത്തത്, അമീസിൻ്റെ ജീരകശാല റൈസ് എടുത്തത്. എന്നിട്ട് നമുക്കുണ്ടല്ലോ ഒരു പാൻ എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതാ ഒരു 2-3 ടേബിൾ സ്പൂൺ ഗീയും ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ ഓയിലും കൂടി മിക്സ് ആക്കിയതാട്ടെ. ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ മാത്രം ചേർക്കട്ടോ. പിന്നെ ഇതാ കുറച്ച് ഏലക്ക, ഗ്രാമ്പു, പട്ട അങ്ങനത്തെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർ അതുപോലെ തന്നെ ബേ ലീഫൊക്കെ ചേർക്കട്ടോ. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതാ ഒരു 1/2 കഷ്ണം സവാള ഇതുപോലെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല പോലെ അതൊന്ന് വാടി വരുമ്പം അതിലേക്ക് ഇതാ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് കപ്പിലാണോ പിന്നെ അരി എടുത്തത്, ഇപ്പോൾ ഞാൻ ഈ ഒരു കപ്പിലാണ് അരി എടുത്തത്. അപ്പോൾ ആ ഒരു കപ്പിന് ഞാൻ 4 കപ്പ് അരി എടുത്തത് ഒരു 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇട്ടാൽ മതി. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട കേട്ടോ. കറിവേപ്പില എന്തായാലും ഇട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ല ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. കുറച്ച് ഉപ്പ് മുന്തി നിൽക്കണം കേട്ടോ. പിന്നെ ഇതാ വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് ടൈം കഴിയുമ്പോണ്ടല്ലോ നമുക്കിതിൽ നല്ലപോലെ തിള വരാൻ തുടങ്ങും. ആ ഒരു തിള വരുന്ന സമയത്തുണ്ടല്ലോ നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് കൊടുത്താലും നമുക്ക് നല്ലപോലെ റൈസൊക്കെ കുക്കായിട്ട് കിട്ടും കേട്ടോ. ഈ റൈസും വെള്ളം ഒരേ രീതിക്ക് ആവാൻ പോകുന്ന സമയത്താട്ടോ ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ടത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഉണ്ടാകും കേട്ടോ. നമുക്ക് നല്ലപോലെ റൈസൊക്കെ പിന്നെ ഏകദേശം വെന്ത് വരും. അപ്പം നമുക്ക് ഒന്നും കൂടിയും നല്ലപോലെ അടിയിലുള്ള റൈസ് മേലെയുള്ള റൈസും അടിയിലൊക്കെ ആക്കിയിട്ട് നല്ലപോലെ അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി അടച്ച് വെക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റൈസ് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മൾ റൈസിൻ്റെ പരിപാടി. ഇപ്പം തന്നെ റൈസൊക്കെ ആയി കേട്ടോ. ഇനി ഇപ്പോൾ നമുക്ക് ആകെ ചെയ്യേണ്ടത് ദമ്മിട്ടെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ റൈസ് ഇവിടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദമ്മിടാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കട്ടെ. മുഴുവനായിട്ട് ഇടേണ്ട, നേരെ പകുതി എടുത്തിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ദം ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരെ പകുതി റൈസ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചാൽ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മല്ലി അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗീ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഗരം മസാല അതിൻ്റെ മേലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അവിടെ ഇവിടെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വീണ്ടും ഞാൻ റൈസ് മുഴുവനായിട്ടും അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലെയറും ഞാൻ ലെയർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ ലാസ്റ്റ് അതിൻ്റെ മേലേക്ക് മുഴുവനായിട്ടുള്ള നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കാഷ്യും കിസ്മിസ് ഉണ്ടല്ലോ അതും ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലി
പിന്നെ ഇട്ട് കൊടുക്കട്ടോ. മല്ലി ഒക്കെ കുറച്ച് മതി. പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് ഗീ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾ മിക്സ് ആക്കിയിട്ടുള്ളതാണ് ഇട്ടത്, അതും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഇത് ഓപ്ഷനല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ബിരിയാണിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ മേലേക്ക് ഞാനിതാ പിന്നെ ബാക്കി ദം ചെയ്യാത്ത കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു, അത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഹോൾസിൽ ചെറിയൊരു കടലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ദമ്മായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫിഷൊക്കെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഫിഷിൻ്റെയും, അതുപോലെ നല്ലപോലെ ദമ്മായിട്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മേലെയുള്ള ഫിഷൊക്കെ മാറ്റി കൊടുക്കാം. എന്നിട്ടിതാ നമ്മൾ റൈസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ മേലെ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ മാറ്റി കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് മാറ്റി കൊടുക്കട്ടെ. പിന്നെ അടിയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഫിഷ് പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ അടിയിൽ കുറച്ച് ഫിഷ് വെച്ചിട്ടുണ്ടല്ലോ, അത് പൊട്ടിപ്പോവാണ്ട് എടുത്ത് മാറ്റി കൊടുക്കട്ടെ. അടിയിൽ ജസ്റ്റ് ചെറുങ്ങനെ എടുത്തിട്ട് ഫിഷ് പൊട്ടാണ്ട് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് എല്ലാ ഫിഷും മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് റൈസും ഈ ഒരു മസാലയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത്രയെല്ലാം കേട്ടോ നമ്മളെ ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പി. അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഇത്. അപ്പം നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കുറച്ച് മസാല വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് ഇതാ നമ്മൾ മസാലയിൽ ദമ്മിയാൻ വെച്ച ഫിഷ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലേക്ക് വീണ്ടും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ലെയർ ചെയ്തിട്ട് എടുക്കുക ചെയ്യുക. അടിയിൽ മസാലയും മേലെ റൈസുമായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കട്ടെ. നമ്മൾ ഫിഷും അതുപോലെ തന്നെ ഈ ഒരു റൈസും മസാലയും ഒന്നായിട്ട് മിക്സാക്കി ആൾക്കാരാണെങ്കിൽ അങ്ങനെയും ചെയ്യുക. പക്ഷേ എങ്കിൽ ഇങ്ങനെയാട്ടോ സാധാരണ തലശ്ശേരി സ്റ്റൈലിലൊക്കെ ഫിഷ് ബിരിയാണി ഉണ്ടാവാം. എന്നിട്ട് വേണമെങ്കിൽ മാത്രം ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് ഫിഷ് ഉണ്ടല്ലോ മസാലയിൽ മേലെ വെച്ചത്, അത് വേണമെങ്കിൽ വെച്ച് കൊടുക്കട്ടെ. ഇതിൻ്റെ കൂടെ ഒരു ബീട്രൂട്ട് അച്ചാറും കച്ചമ്പറും ഉണ്ടെങ്കിലുണ്ടല്ലോ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി കേട്ടാ തിന്നാൻ. ഇതുവരെ ഈ ഒരു സ്റ്റൈൽ ബിരിയാണി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തേക്ക്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റൈലിൽ നിങ്ങളെപ്പം വെക്കലെങ്കിലുണ്ടല്ലോ അതും കൂടി ഒന്ന് പറഞ്ഞേക്ക്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇടാം. താങ്ക്